Hello everyone. Now we are in the third module of our MDC and third module of technical analysis കുറിച്ചാണ്. And we were discussing regarding types of charts, line charts, bar charts already discuss ചെയ്തു കഴിഞ്ഞു. Now the third category is candlestick charts. ഇത് ഓൾറെഡി നിങ്ങൾ എഴുതി കഴിഞ്ഞതാണ്. ഇതിൻ്റെ ജസ്റ്റ് ഒരു ബ്രീഫ് എക്സ്പ്ലനേഷൻ ആണ് ഇവിടെ തരാൻ പോകുന്നത്. So as in the case of bar chart, candlestick chart also uses four prices: open price, close price, അതായത് തുടങ്ങുന്ന പ്രൈസ്, ക്ലോസ് ചെയ്യുന്ന പ്രൈസ്, ഹയസ്റ്റ് പ്രൈസ് ഓഫ് ദ ഡേ ആൻഡ് ലോവസ്റ്റ് പ്രൈസ് ഓഫ് ദ ഡേ. ഈ നാല് കാര്യങ്ങൾ വെച്ചിട്ട് ഇത് എന്ത് ചെയ്യും? ഇത് കുറെ കാൻഡിൽ പാറ്റേൺ, ഇതൊരു മെഴുകുതിരി പോലത്തെ പാറ്റേണുകൾ രൂപപ്പെടുത്തും. ഈ പാറ്റേണിന്റെ കളർ അനുസരിച്ചാണ് ബാർ ചാർട്ടിലെ പോലെ തന്നെ ഇൻഡിക്കേഷൻസ്. ഓക്കെ, ഈ green color means opening price is more than that, closing price is more than that of opening price. അതായത് ഫോർ എക്സാമ്പിൾ തുടക്കത്തിൽ 100 രൂപയും എൻഡ് ചെയ്തപ്പം ക്ലോസിംഗ് പ്രൈസ് അത് എത്രയും 110 രൂപയും, അവിടെ 10 രൂപേൻ്റെ പ്രോഫിറ്റ് ഉണ്ട്. അതാണ് ഗ്രീൻ സിമ്പിൾ, പോസിറ്റീവ് നോട്ട്. ദിസ് ഇസ് നെഗറ്റീവ് സിമ്പിൾ, റെഡ് കളർ. അതായത് ഓപ്പണിംഗ് പ്രൈസ് ഇസ് മോർ ദാൻ ദാറ്റ് ഓഫ് ക്ലോസിംഗ് പ്രൈസ്. 100 രൂപയ്ക്ക് ഓപ്പൺ ആയി 90 റുപ്പീസിന് ക്ലോസ് ആയി, 10 രൂപ നഷ്ടം. ഇവിടെ നെഗറ്റീവ് ടോൺ കാണിക്കാനാണ് ഏത് ക്യാൻഡിൽ? റെഡ് കളർ ക്യാൻഡിൽ വരുന്നത്. അതായത് പ്രൈസ് കൂടുമ്പം അതിനെ വിളിക്കുന്ന പേരാണ് ബുള്ളിഷ് ട്രെൻഡ്. മാർക്കറ്റ് കൂടുമ്പോൾ നമ്മൾ ബുൾ എന്ന് പറയും, മാർക്കറ്റ് കുറയുമ്പം അതിനെ ബെയർ എന്ന് പറയും. അപ്പം ഗ്രീൻ ഇൻഡിക്കേറ്റ്സ് ബുള്ളിഷ് ട്രെൻഡ് ആൻഡ് റെഡ് ഇൻഡിക്കേറ്റ്സ് ബെയറിഷ് ട്രെൻഡ്. ഇങ്ങനെ കാൻഡിൽ സ്റ്റിക്ക് യൂസ് ചെയ്തിട്ട് വരയ്ക്കുന്ന പാറ്റേൺ ആണ് കാൻഡിൽ സ്റ്റിക്ക് പാറ്റേൺ. അതിൻ്റെ എക്സ്പ്ലനേഷൻസ് ആണ് ഈ നോട്ട്സിൽ എഴുതിയിരിക്കുന്നത്. ആൻഡ് if the opening price and closing price are the same, the color of the mat candle will match the color of previous candle. Okay. പിന്നെ നെക്സ്റ്റ് ഇസ് യൂസസ് ഓഫ് പ്രൈസ് ചാർട്ട്സ്. 3 ടൈപ്പ് പ്രൈസ് ചാർട്ട്സ് നമ്മൾ പഠിച്ചു: ലൈൻ ചാർട്ട്, ബാർ ചാർട്ട് ആൻഡ് കാൻഡിൽ സ്റ്റിക്സ് ചാർട്ട്. ഇനി ഇതിൻ്റെ യൂസസിനെ കുറിച്ചാണ് പറയുന്നത്. പ്രൈസ് ചാർട്ട്സ് എന്താണ്? സ്റ്റോക്സിൻ്റെ ഒരു പ്രൈസ് ഡിസ്പ്ലേ ചെയ്യുന്ന ഒരു കൈൻഡ് ഓഫ് ചാർട്ടാണ്. ഇതിന് എക്സ് ആക്സിസും ഉണ്ട്, വൈ ആക്സിസും ഉണ്ട്. എക്സ് ആക്സിസിൽ നമ്മൾ യൂഷ്വലി ടൈമും വൈ ആക്സിസിൽ പ്രൈസും ആണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ഡിസ്പ്ലേ ചെയ്യുന്നത്. അതായത് ഇവിടെയൊക്കെ ഡിസ്പ്ലേ ചെയ്ത പോലെ നമ്മൾ എന്താണ് യൂഷ്വലി ഇവിടെ എക്സ് ആക്സിസിൽ ഇവിടെ നമ്മൾ ടൈമും വൈ ആക്സിസിൽ പ്രൈസുമാണ് യൂഷ്വലി നമ്മൾ വരയ്ക്കുന്നത്. ആൻഡ് അതിൻ്റെ യൂസസ് എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് ട്രെൻഡ് ഐഡൻറ്റിഫിക്കേഷൻ. അതായത് മാർക്കറ്റിൽ ഇപ്പോൾ എന്ത് ട്രെൻഡാണ്, പ്രൈസ് കൂടുകയാണോ കുറയുകയാണോ ചെയ്യുന്നത്. നെക്സ്റ്റ് ഇസ് പാറ്റേൺ ഡെഫിനിഷൻ. ഇത് ഉപയോഗിച്ചിട്ട് നമുക്ക് പല തരത്തിലുള്ള പാറ്റേൺ, അതായത് ഹെഡ് ആൻഡ് ഷോൾഡേഴ്സ്, ഡബിൾ ടോപ്പ് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള പാറ്റേൺ ഉണ്ട്. മോളയ്ക്കുള്ള പാറ്റേൺ ആണോ, താഴേക്കുള്ള പാറ്റേൺ ആണോ, കപ്പ് ആൻഡ് സോസർ എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ ഓരോ രൂപത്തിൽ കുറേ പാറ്റേൺസ് ഉണ്ടാവും. ഇത് ഐഡൻറ്റിഫൈ ചെയ്യാൻ സഹായിക്കും. അതുപോലെ തന്നെ സപ്പോർട്ട് ആൻഡ് റെസിസ്റ്റൻസ് ഐഡൻറ്റിഫിക്കേഷൻ. നമ്മൾ സപ്പോർട്ട് ലെവൽ, റെസിസ്റ്റൻസ് ലെവലിനെ കുറിച്ച് പഠിക്കുന്നുണ്ട്. സപ്പോർട്ട് എന്ന് പറഞ്ഞാൽ ഇതാ, ഇത് ഏറ്റവും താഴെയുള്ള പ്രൈസിനെയാണ് നമ്മൾ സപ്പോർട്ട് പ്രൈസ്. ഒരു ലെവൽ നമ്മൾ ഇതൊരു പാറ്റേൺ ആണ്. ഇതിങ്ങനെ ചാർട്ടിൽ, അതായത് ഇപ്പോൾ ചാർട്ടാണ്, ഇവിടെ നമ്മൾ ടൈം കൊടുക്കുന്നു, ഇവിടെ നമ്മൾ പ്രൈസ് കൊടുക്കുന്നു. അതായത് വൈ ആക്സിസിൽ പ്രൈസും എക്സ് ആക്സിസിൽ ടൈമും. അപ്പോൾ ഇങ്ങനെ കൊടുക്കുന്ന സമയത്ത് സപ്പോർട്ട് ലെവൽ എന്ന് പറഞ്ഞാൽ നമ്മൾ ഇതൊരു പാറ്റേൺ വരച്ച് കഴിഞ്ഞിട്ട് അതിൻ്റെ താഴത്തെ ഫ്ലോർ ലെവലാണ് സപ്പോർട്ട് ലെവൽ. ഇനി സപ്പോർട്ട് ലെവൽ എത്തിക്കഴിഞ്ഞാൽ ഈ ലെവൽ പ്രൈസ് കൂടുതലും എന്താണ്, അതവിടെ സപ്പോർട്ടായിട്ട് അതിനെ പിടിച്ചു നിർത്തുന്ന ലെവലിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? സപ്പോർട്ട് ലെവൽ എന്ന് നമ്മൾ പറയുന്നത്. ഇവിടെ ഒരു ഡൗൺ ട്രെൻഡ് എക്സ്പെക്ട് ചെയ്തിട്ട് നമ്മൾ ഇങ്ങനെ പോസ് ചെയ്ത് നിൽക്കുന്നതിന് ഫ്ലോർ പ്രൈസിനെയാണ് നമ്മൾ സപ്പോർട്ട് ലെവൽ എന്ന് പറയുന്നത്. ഈ സപ്പോർട്ട് ലെവലിന് പല ആൾക്കാരും സ്റ്റെപ്പ് ചെയ്തിട്ട് പർച്ചേസ് ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കും. ഫെർദർ ആയിട്ട് അത് താഴാതെ ഫോൾ ചെയ്യാൻ വേണ്ടിയിട്ട് നിൽക്കുന്ന ഒരു ലെവലാണ് സപ്പോർട്ട് ലെവൽ. നേരെ മറിച്ച് റെസിസ്റ്റൻസ് ലെവൽസ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ നേരെ ഓപ്പോസിറ്റ്. പ്രൈസ് ഇനി കൂടാതെ അതിന് ടോപ്പിൽ നിൽക്കുന്ന ലെവലിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? സീലിംഗ് ആയിട്ട് നിൽക്കുന്ന ലെവലിനെയാണ് നമ്മൾ റെസിസ്റ്റൻസ് ലെവൽ എന്ന് പറയുന്നത്. വേർ ആൻ അപ് ട്രെൻഡ് ഇസ് എക്സ്പെക്റ്റഡ്, ഇറ്റ് ഇസ് ദ സീലിംഗ് വെയർ സെല്ലേഴ്സ് ആർ മോർ ലൈക്ലി ടു സ്റ്റെപ്പ് ഇൻ ആൻഡ് സെൽ. ഇവിടെ പർച്ചേസ് ചെയ്യാനുള്ള ലെവലാണ് സപ്പോർട്ട് ലെവൽ. യൂഷ്വലി സെല്ല് ചെയ്യാനുള്ളൊരു ടെൻഡൻസി ഉള്ള ലെവലാണ് റെസിസ്റ്റൻസ് ലെവൽ എന്ന് പറയുന്നത്. ഇതൊക്കെ ഡിമാൻഡിനെയും സപ്ലൈനെയും അനുസരിച്ച്, എത്ര സ്റ്റോക്ക് ഉണ്ട്, എത്ര ആൾക്കാർ വാങ്ങാൻ എന്താ പറയുക ആഗ്രഹിച്ച് നിൽക്കുന്നുണ്ട്,
ഇപ്പോൾ ഡിമാൻഡിനും സപ്ലൈനും ഒക്കെ ഡിപ്പെൻഡ് ചെയ്തിട്ടുള്ളതാണ് സപ്പോർട്ട് ആൻഡ് റെസിസ്റ്റൻസ് ലെവൽ. അതായത് ഡിമാൻഡ് കൂടുമ്പോൾ എപ്പോഴും എന്താണ്, പ്രൈസ് അങ്ങ് കൂടും. ആൾക്കാർ ഒരുപാട് വാങ്ങാനുണ്ടെങ്കിൽ പ്രൈസ് കൂടും, ആൾക്കാർ വാങ്ങാനില്ലെങ്കിൽ പ്രൈസ് കുറയും ചെയ്യും. ആ ഒരു പോയിന്റിനാണ് സപ്പോർട്ട് ആൻഡ് റെസിസ്റ്റൻസ് ലെവൽ എന്ന് പറയുന്നത്. ഇവിടെ അതുപോലെ തന്നെ പ്രൈസ് ചാർട്ട്സിന്റെ അനദർ യൂസ് ആണ് ഇറ്റ് ഹെൽപ്സ് ടു ഐഡന്റിഫൈ സപ്പോർട്ട് ആൻഡ് റെസിസ്റ്റൻസ് ലെവൽ. ഇറ്റ് ഓൾസോ ഹെൽപ്സ് ഇൻ അനലൈസിങ് വോളിയം അനാലിസിസ്. അതായത് എത്ര എന്താ പറയുക, എത്ര പ്രൈസിന് പോയി, എത്ര ടൈമിൽ എത്ര പ്രൈസിന് പോയി എന്നുള്ളത് ഡിറ്റർമിൻ ചെയ്യാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യും. വൊലാറ്റിലിറ്റി പറഞ്ഞാൽ ചേഞ്ച്, പെട്ടെന്ന് ഈ പാറ്റേണിൽ ചേഞ്ച് ഉണ്ടാവില്ലേ, അപ്പോൾ എത്രമാത്രം ചേഞ്ച് ഓരോ ദിവസവും ഉണ്ടെന്ന് അനലൈസ് ചെയ്യാൻ സഹായിക്കും. അതുപോലെ തന്നെ ടൈം ഫ്രെയിം അനാലിസിസ്, ഡെയിലി പ്രൈസ് എത്രയാണ്, വീക്ക്ലി പ്രൈസ് എത്രയാണ്, മന്ത്ലി ഉണ്ടാകുന്ന ചേഞ്ചസ് എന്താണ്, അങ്ങനെ ടൈം ഫ്രെയിം കൂടെ അനലൈസ് ചെയ്യാൻ സഹായിക്കും. പ്രൈസ് ചാർട്ട്സ് അനലൈസ് ചെയ്യും, ഇമ്പോർട്ടൻ്റ് ആണ്. ദീസ് ആർ ദ സെവറൽ യൂസസ് ഓഫ് പ്രൈസ് ചാർട്ട്സ്. Okay, in the next part, we will deal regarding market breadth and market width.